എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കാരസ്കലത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരി കയ്പ് ശമിപ്പതുണ്ട്. കാഞ്ഞിരത്തിൻ്റെ കുരു അനേക ദിവസം പാലിലിട്ടാലും അതിൻ്റെ കയ്പ് മാറത്തില്ല. മനുഷ്യൻ ജീവിതം നന്മയുടെയും തിന്മയുടെയും കേന്ദ്രമാണ്. ആകാശത്തിൻ്റെ കീഴിലുള്ള സകലമാന ആളുകളും ഇതേ അനുഭവമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യർ സ്വസ്നികൾ, ദ്രവ്യാഗ്രികൾ, ബമ്പ് പറയുന്നവർ, ദൂഷകന്മാർ, കൊലപാതകന്മാർ ആയി ഭാവിക്കുന്നത് എന്തുകൊണ്ട്? സമൂഹം അവനോട് കാണിക്കുന്ന അവഗണന, ഭവനങ്ങൾ അവനോട് കാണിക്കുന്ന വേർകൃത്യം, രാഷ്ട്രം അവനോട് കാണിക്കുന്ന സുഖമില്ലായ്മ, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വരുത്തി വയ്ക്കുന്ന മെനകൾ, കഷ്ടപ്പെടുന്നവന് പാവപ്പെട്ടവനും സാധാരണപ്പെട്ടവനും നീതി ലഭിക്കാത്ത അവസ്ഥവിശേഷം, സാധാരണപ്പെട്ടവനെ സഹായിക്കുവാനായിട്ട് ഗവൺമെൻറ് കൊടുക്കുന്ന അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ കൊടുക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ കൈയിട്ട് വാരി ഒട്ടും കൊടുക്കാതെയും അല്പം കൊടുക്കുകയും ചെയ്യുന്ന നിഷ്ഠൂരന്മായ മനുഷ്യർ ഇന്ന് കേരളക്കരയിൽ, ഇന്ത്യയിൽ ഒരു വലിയ ജനം മതത്തിൻ്റെ പേരിൽ വിദേശ ഫണ്ടുകൾ ധാരാളമായി കൈകാര്യം ചെയ്യുന്നു, വരുത്തുന്നു. അതെത്ര തുക അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത്, കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ദുഃഖത്തോടുകൂടി നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. 10 രൂപ കിട്ടിയാൽ 1 രൂപ നീള് 9 അർഹതപ്പെട്ടവർക്ക് കൊടുക്കത്തില്ല. 9 എടുത്തിട്ട് 1 കൊടുക്കും. അവൻ്റെ പേരിൽ വസ്തുക്കൾ, വാഹനങ്ങൾ എല്ലാം പട്ടിക്കൂട്ടി സ്ഥാവരജംഗമ വസ്തുക്കൾ ഉണ്ടാക്കി അവൻ സുഭിക്ഷമായി ജീവിക്കാം എന്നാഗ്രഹിക്കുന്നു. എന്നാൽ കാലം അത് സഹിക്കുകയില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ച ദൈവം അത് കാണുന്നു. അവൻ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ദുഷ്ടന്മാരെ മുഴുവൻ നിഗ്രഹിച്ചു കളയും. അവൻ്റെ മുന്നിൽ നിൽക്കാവുന്നവനാര്? ഏ മനുഷ്യ, ഏ സാമൂഹ്യ പരിഷ്കർത്താവേ, ഏ മത നേതാവേ, മതപണ്ഡിത, പുരോഹിത, പാസ്റ്റർമാരെ, രാഷ്ട്രീയ നേതാക്കന്മാരെ, സാമൂഹ്യ പരിഷ്കർത്താക്കളെ, നിങ്ങൾ ജനങ്ങളെ സഹായിപ്പാൻ പറയുകയും അവർക്ക് തരുന്ന ഫണ്ടുകൾ അടിച്ചു മാറ്റി ചെയ്യുന്നത് നീതിയാണോ എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു പഞ്ചായത്തിൽ ഉദാഹരണം, അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയിൽ, ഒരു രാജ്യത്ത് ഒരു പാലം പണിയാൻ 4 കോടി രൂപ യഥാർത്ഥത്തിൽ ചിലവ് വരും എങ്കിൽ അതിൽ 12 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് എടുത്ത് പാസ്സാക്കി 4 കോടിയുടെ പണി ചെയ്യുക, ബാക്കി പൈസ അവരുടെ കയ്യിലെടുക്കുന്ന എത്രയോ നീചന്മാരെ ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. കാരണം ഇവിടുത്തെ ഭരണഘടന അതേ രീതിയിൽ, ഭരണഘടന നല്ലതാണ്, ലോകത്തിലുള്ളതിൽ ഏറ്റവും നല്ല ഭരണഘടനയാണ്. പക്ഷെങ്കിൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത്, ദുരുപയോഗം ചെയ്ത് അതിനെ നശിപ്പിക്കുന്ന എത്രയോ ആളുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്ന കാര്യമാണ്. 4 കോടിയുടെ ഒരു പാലം അല്ലെങ്കിൽ ഒരു വർക്ക് ഗവൺമെൻറ്റിൻ്റെ ഉണ്ടെങ്കിൽ 20 കോടിയുടെ എസ്റ്റിമേറ്റ് എടുത്ത് 16 കോടിയും കൈക്കലാക്കുന്ന നിഷ്ഠൂരന്മാരെ ആളുകൾ. 50 രൂപയുടെ ഒരു വർക്കുണ്ടെങ്കിൽ 5000 രൂപ എസ്റ്റിമേറ്റ് എടുത്ത് പാസ്സാക്കി 50 രൂപ കൊടുത്തിട്ട് 4950 രൂപയും കൈക്കലാക്കുന്ന നിഷ്ഠൂരന്മാരെ മനുഷ്യർക്കാണ്. കാരണം ഇത് മാറിയേ പറ്റൂ. കാരണം കൈക്കുള്ളവൻ കാര്യക്കാരൻ, അധികാരമുള്ളവൻ മിടുക്കന്, പിടിപാടുള്ളവൻ സമർത്ഥൻ.
എന്ന നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വർഗസമരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉള്ളവൻ ഉള്ളവനായി തന്നെ വരുന്നു, ഇല്ലാത്തവന് പോകുന്നു. സാധാരണപ്പെട്ടവന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥാവിശേഷം കേരളക്കരയിൽ നിന്നുണ്ടായിരിക്കുകയാണ്. ഭരണകർത്താക്കൾ ധൂർത്ത് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടപ്രകാരം ഭരിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥാവിശേഷം ഇത് മാറിയേ മറിയാവൂ. ഈ സ്വാതന്ത്ര്യം നമുക്ക് ഒരുപാട് ദോഷവശങ്ങൾ വരുത്തി വയ്ക്കുന്നുണ്ട്. സ്വാതന്ത്ര്യം നല്ലതാണ്, ഇന്ത്യ സ്വതന്ത്രമായത് ഏറ്റവും നല്ലതാണ്. പക്ഷേ ആ സ്വാതന്ത്ര്യം ദുർവ്യാഖ്യാനിച്ച് അതിനെ വഴിത്തിരിവുണ്ടാക്കി നിയമത്തെ കയ്യിലെടുത്ത് തിരിച്ചുവിടുന്ന എത്രയോ ബിരുദന്മാർ നമ്മുടെ ചുറ്റുപാടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ മാറിയേ മതിയാവൂ. ഇപ്പോഴത്തെ ഈ ഭരണ സംവിധാനമെല്ലാം മാറി ശാന്തിയും സമാധാനവും നൽകുന്ന, ഐശ്വര്യവും സമാധാനവും പ്രദാനം ചെയ്യുന്ന ഒരു ഭരണ സംവിധാനം ഈ രാജ്യത്ത് ഉണ്ടാകണം. അതിനുവേണ്ടി പ്രവർത്തിക്കാം, ചിന്തിക്കാം. താങ്ക് യു വെരി മച്ച്. എൻ്റെ പേര് ബേബി മലശ്ശേരി. ഞാനൊരു സാമൂഹ്യ പ്രവർത്തകൻ. താങ്ക് യു വെരി മച്ച്.